അതായത് ഇന്ന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു. അതിന് ആരോപണം ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു. ഷാഫി പറമ്പിൽ അതിന് മറുപടി പറയുന്നു. അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു. അതിൻ്റെ ഒരു 30 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വരുന്നു. അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുപരി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ എന്ന നിലയിലും കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് രണ്ട് നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ സംഘസഹകാരിയായിട്ടുള്ള പാലക്കാടുള്ള ഇതിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒറ്റപ്പെടുത്തി വേട്ടയാടി. പക്ഷേ വേറൊരു ആരോപണം വന്നപ്പോൾ ഒരു പ്രതിസന്ധി പോലെ തന്നെ പാലക്കാട് പ്രകടനം നടത്തുന്നു. പാലക്കാടിലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ CPM-ന്റെ ഓഫീസിലേക്കായിരുന്നു പ്രകടനം നടത്തേണ്ടത്, അതല്ലാതെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കല്ല. അതും തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിലും പാലക്കാടിലെ എല്ലാ പ്രവർത്തകരൊന്നും പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തത് മലമ്പുഴയിലുള്ളതും പാലക്കാടിലെ കുറച്ച് പ്രവർത്തകരാണ്. ഇപ്പോൾ നമ്മുടെ ആരാധനായ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ ഒരു ആരോപണം പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇപ്പോൾ ഇനി വരുന്ന പല തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ട ഒരു നേതാവാണ്. അതിന്റെ ഭാഗമായിട്ട് CPM ഒരു രാഷ്ട്രീയമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ ഷാഫി പറമ്പിലിനെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന രീതിയിലാണ് പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ഒരു നാണയത്തിൽ തന്നെയാണ് എനിക്ക് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്. 20 ദിവസം കഴിഞ്ഞ് പാലക്കാടത്തെ ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയി സന്ദർശിച്ച് അവിടുന്ന് ഒരു സെൽഫി എടുക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയി സെൽഫി എടുക്കുന്നു. മൊത്തം മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്നു ഞങ്ങൾ ഫസ്റ്റ് നിഷേധിക്കുന്നു, കണ്ടില്ല എന്ന്, പിന്നെ കണ്ടു എന്ന് പറയുന്നു. അതിനെക്കാട്ടും നല്ലത് വളരെ ആർജവത്തോടു കൂടി തന്നെ തൻ്റെയോടൊത്തുകൂടി തന്നെ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞത് പാലക്കാടിലെ പ്രവർത്തകർ പോലീസിൽ നിന്ന് മർദ്ദനം പേടിച്ചതും എല്ലാ തരത്തിലും പ്രതിരോധം സൃഷ്ടിക്കുന്ന പ്രവർത്തകർ ഒരു പോയിന്റ് പറഞ്ഞു. ആരും അതിനെക്കുറിച്ച് ബ്ലോക്ക് പ്രസിഡന്റോ മറ്റാരും പറയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ സംബന്ധിച്ചോളം എനിക്ക് ജയഘോഷിനോട് വളരെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പാലക്കാടിലെ BJP-ക്കാർ സമരം നടത്തുമ്പോഴും CPM-കാരും DYFI-ക്കാരും SFI-ക്കാരും സമരം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് യുവജന പ്രസ്ഥാന നിലയിൽ ജയഘോഷ് സത്യത്തിൽ ഷോ കാണിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഷോയാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷോ നിർത്തണം. പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തകരെല്ലാവരും മാറണം എന്നുള്ളതാണ് എന്റെ വാദം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും രണ്ട് ഇതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വനിത തന്നെ വന്ന് പരാതി പറയുന്നു. ഇത് ജില്ലാ സെക്രട്ടറി ഷാഫിക്കെതിരെ പറഞ്ഞു. രണ്ട് സാഹചര്യമല്ലേ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രണ്ട് സാഹചര്യമാണ്. എനിക്ക് 100% ഉറപ്പാണ്. രാഹുൽ പാലക്കാടിലെ മാത്തൂരുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിന്റെ ഭാഗം പറയുമെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്. എന്തായാലും രാഹുൽ പറയും. രാഹുൽ അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ വന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി മെമ്പർമാരും KSU ജില്ലാ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് വളരെ പുച്ഛാണ് തോന്നുന്നത്. അവരൊക്കെ ഫാൻസുകാരാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫിയോടും രാഹുലിനോടും രണ്ട് നിലപാട് സ്വീകരിക്കുന്നവർ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? 100% നിങ്ങൾ പരിശോധിച്ചോ. കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറിനുള്ളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് MLA ആയിരുന്നില്ലേ, കൈപ്പത്തി അടയാളത്തിലല്ലേ രാഹുൽ ജയിച്ചത്. അതേ ആ പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയോ KSU-ന്റെയോ ഒന്നും ജില്ലാധ്യക്ഷന്മാരോ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകളെ ഒന്നും കണ്ടില്ലെന്നല്ല ആ പ്രകടനത്തിൽ കാണാത്തതിന്റെ കാരണം അവർക്ക് ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ബാബു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞോളി. ഞാൻ വെല്ലുവിളിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് മറുപടി പറയാൻ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. എനിക്ക് സ്ഥാനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മറുപടി പറയണം. എന്താ വെച്ചാൽ ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പുള്ള ആളുകളാണ്. ഇപ്പൊ ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോഴും ആദ്യം ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഭ്യന്തര ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടത് ശ്രദ്ധമായിരുന്നു. അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഈ ആളുകളും ഇതേ അഭിപ്രായം ഉന്നയിച്ച ആളുകളല്ലേ? ഇപ്പൊ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഞാൻ പേഴ്സണലായിട്ട് ഈ പറഞ്ഞ ജയഘോഷിനടക്കം ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൊടുത്ത ആളാണ്. കൃത്യമായിട്ട് ഞാൻ പോഡ്കാസ്റ്റിൽ മെസ്സേജ് അയച്ചു കൊടുത്ത ആളാണ്. അപ്പോഴും ജയഘോഷിന് മറുപടി പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജയഘോഷൊക്കെ മറുപടികൾ ഇതിൽ കുറെ ആളുകൾക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും പറയുന്നു പാർട്ടിയെ പ്രതിസന്ധി കൊണ്ടാക്കുന്ന. ഇപ്പൊ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ അങ്ങനെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിറങ്ങി രാഹുൽ മാങ്കൂട്ട് വന്നിറങ്ങി. ഞങ്ങളൊക്കെ രാഹുലിവിടെ വരണം, സജീവമാകണം പറഞ്ഞ ആളുകളാണ്. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ
കുറച്ച് ആളുകൾക്ക് മാത്രം അത് മുൻകൂട്ടി അറിയുന്നതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അതൊരു ഫാൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവർ ഫസ്റ്റ് തന്നെ അറിഞ്ഞ് അവർ കൈകാര്യം ചെയ്യുന്നത്. അല്ല, രണ്ട് ഘടകമാണ് ഇപ്പോൾ. രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയാടിയാൻ വേണ്ടി ഇട്ടുകൊടുത്തത് ഇവരാണ്. രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് രാഹുലിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആണ്. പിന്നെയാണല്ലോ 38-39 ദിവസമായി. ഫസ്റ്റ് ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാടുള്ളത്, കേരളത്തിലുള്ളത്. ഒരു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അയാൾ കൂടെ പോകുന്നത് കണ്ടത്. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് ആറി തണുക്കുമ്പോൾ വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, പാലക്കാടിനെ സംബന്ധിച്ചോളം മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയില്ല BJP-കാരുടെ വോട്ടിൽ തന്നെയാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത്. CPM-ന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാര് രാഹുലിന്റെ ഭാഗം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാഹുലിന്റെ ഭാഗം രാഹുൽ എന്തായാലും പറയുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. രാഹുൽ സ്വന്തം ഭാഗം വിശദീകരിക്കും എന്ന് കരുതുന്നുണ്ടോ? കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കും ജനങ്ങളും ഇല്ലാതെ ആകിയിരിക്കുന്നുണ്ട്. 100% രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾക്ക് അറിയാണ്ടാണ്. രാഹുൽ മാങ്കൂട്ടനും ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് നല്ല ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. ഈ പാലക്കാടുള്ള മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, 2 നീതി ഒരിക്കലും ചെയ്യരുത്. 2 നീതി 20 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി സന്ദർശിച്ചു രാഹുലിനെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിത്തെ കുറെ കൗൺസിലർമാരുടെ കാര്യങ്ങൾ പച്ചക്കള്ളാണ്. ഈ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. തന്റെ ഉണ്ടെങ്കിൽ മറ്റേ ഈ സതീഷ് മറുപടി പറയട്ടെ. ഒരു കാര്യം കൂടി, ഇത് ഓഡിയോ സംഭാഷണം രാഹുലിന് നല്ലെന്നാണോ താങ്കൾ കരുതുന്നത്? അത് അങ്ങനെ അല്ലെങ്കിൽ രാഹുൽ ഇപ്പോ മാധ്യമങ്ങളെ കണ്ടത് പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ലേ? അല്ല, അത് നിയമപരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ളതല്ല. പക്ഷെ പാലക്കാടുള്ള വോട്ടർമാരോട് രാഹുൽ വ്യക്തമായിട്ട് രാഹുലിന്റെ ഭാഗം പറയും. ഷാഫിക്കെതിരെ CPM ഉന്നയിച്ചതിലെന്നും കഴമ്പുണ്ട് ആരോപണത്തിൽ. ഷാഫിക്കെതിരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന സുരേഷ് ബാബു ഉന്നയിച്ച കാര്യം അതൊരു ആരോപണമാണ്. അതിന് തെളിവ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സുരേഷ് ബാബുവിൻ്റെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ സുരേഷ് ബാബു അതല്ലേ പുറത്തുവിടാൻ നോക്കുള്ളൂ. ഇതൊരു ആരോപണം പറയുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശം CPM-ന് കൃത്യമാണ്. സംരക്ഷണം ഒരുക്കുമ്പോൾ അത് എല്ലാ നേതാക്കളോടും അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാവരോടും ഒരേ നീതി പുലർത്തണം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ആണ് ഫേസ്ബുക്കിൽ വരുന്നത്. ഈ കണ്ടന്റ് റേറ്റ് ചെയ്യുന്നവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ കണ്ടന്റാണ് ഇന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേതാക്കളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒരാളെ ഇപ്പൊ ഞാൻ ഇന്ന് പ്രതികരിച്ചാൽ നാളെ എന്നെ പൂശാവുന്ന ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം ഞാൻ പാർട്ടിക്കാരനായിട്ടാണ് പറയുന്നത്. ഈ RSS-നെതിരെ ഈ CPM-നെതിരെ അവരുടെ അജണ്ട വേറെയാണ്. അതിന് നിന്നുകൊടുക്കാൻ പാലക്കാടിലെ കോൺഗ്രസ്സുകാർക്ക് തയ്യാറല്ല. ഇനി ശക്തമായിട്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ചിട്ട്. ഞങ്ങളും ഒന്ന് കൂടാൻ തന്നെയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. രാഹുൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വന്ന സമയത്ത് പെട്ടെന്ന് അത്രയും ദിവസം രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് DCC അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനെതിരെയുള്ള കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഷാഫി പറമ്പിലിന്റെ ഫാൻസായ ആളുകൾ അവര് രാഹുലിന്റെ കൂടെ കയറിക്കൂടി. അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് കൃത്യമായി രാഹുലിനെ കൂടെ പെടുത്താൻ വേണ്ടിയായിരുന്നോ? എന്താണത്? ഇപ്പൊ നിലവിൽ രാഹുലിനെ ഈ പാലക്കാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ലൈവിട്ട ആളാ, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആളാ, വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധിച്ച ആളാ. കൃത്യമായി രാഹുലിന്റെ ഭാഗത്ത് രാഹുലിന് എന്തായിക്കോട്ടെ, രാഹുലിന്റെ ഭാഗത്ത് രാഹുൽ തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, തെറ്റ് ചെയ്താലും ഒരു MLA ആണ്. പാലക്കാടിലെ പാവപ്പെട്ട വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ച് വൻപിച്ച ഷാഫി പറമ്പലിന് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ. എന്നിട്ട് അയാളെ പാലക്കാട് വരാൻ പാടില്ല എന്ന് DYFI-ക്കാരും BJP-ക്കാരും പറയുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവികൾ വേണ്ട, ഒരു സമൂഹത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അന്ന് എനിക്കറിയാലോ, അയ്യോ എന്റെ വാർഡുകളിലേക്കൊന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറയാം എന്റെ വാർഡുകൾക്കൊന്നും ഈ KPCC പറഞ്ഞ ലെറ്റർ കൊടുക്കാൻ പോകാൻ മടിയാണ്, എനിക്ക് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിഷേധിക്കട്ടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, ആരും നിഷേധിക്കില്ല. ഇത് വെച്ച് കാച്ചാനുള്ള പരിപാടിയാണ്. എന്തായാലും ഈ 2 നീതി പാടില്ല. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനൊക്കെ വന്നപ്പോഴേ രമേശ് ചെന്നിത്തല പ്രതികരിച്ചില്ല. VD സതീശൻ പറഞ്ഞു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്ന്. ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് നിഷ്പക്ഷമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ട് ചെയ്ത ആളാണ് പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കിടക്കുന്ന സാധനമാണ്. പക്ഷെ ഇത് വേട്ടയാടുക അല്ലെങ്കിൽ ഈ പറയുന്ന തങ്കപ്പേട്ടനെ അനുകൂലിച്ചാൽ തങ്കപ്പേട്ടനെ അങ്ങോട്ട് വേട്ടയാടി ഇല്ലാണ്ടാക്കാം എന്നുള്ളത് ധാരണയൊന്നും വേണ്ട. സാധാരണപ്പെട്ട ഈ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രതിരോധം സൃഷ്ടിക്കും. ഇപ്പൊ തങ്കപ്പേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തങ്കപ്പേട്ടൻ മാറി, തങ്കപ്പേട്ടന്റെ നിലപാട് മാറി. തങ്കപ്പേട്ടൻ അന്നും ഇന്നും പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ KPCC എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണ്.
അതുമായിട്ട് മുമ്പോട്ട് പോകും തന്നെയാണ് പറയാനുള്ളത്. ഒറ്റ ചോദ്യം കൂടി, ഇപ്പൊ CPM BJP ഒക്കെ പറയുന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണ് എന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നാ സദം പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ സാഹചര്യമില്ല. രാഹുൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ പാലക്കാടത്തെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ രാഹുലിനൊപ്പം ഉണ്ട്. പക്ഷേ രാഹുൽ ഇതിനൊക്കെ ഒരു മറുപടി പറയാൻ നല്ല കഴിവുള്ള നേതാവാണ്. നിങ്ങൾക്കറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ മാത്രമല്ല, ഫിസിക്കലി രാഹുൽ ഇതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും. പാലക്കാടിലെ വോട്ടർമാരോട് രാഹുലിന്റെ ഭാഗം രാഹുൽ പറയും. അല്ല, ഇതിപ്പോ നോർമലി ഇപ്പൊ ഇന്നലെ രാഹുലിന് ഒരു പ്രശ്നം വന്നപ്പോ ആരും പാലക്കാട് സജീവമായില്ലല്ലോ. പക്ഷെ ഷാഫിക്ക് ഒരു ആരോപണം വന്നപ്പോഴത്തേനും ഷാഫിക്ക് വേണ്ടി പാലക്കാട് പ്രകടനം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു വടകരയിൽ ഈ പ്രകടനം നടന്നിട്ടില്ല എന്നാണ് എന്റെ തോന്നൽ. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, അത് നോക്കണം. എന്തായാലും ഷാഫി പറമ്പിലിനൊന്നും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. CPMന്റെ സുരേഷ് ഭവൻ ഒന്നും ചെയ്യാൻ പറ്റൂല. അയാൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. അതിനുപരി അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.